സ്നേഹമുള്ളവരെ, അടുത്തൊരു വീഡിയോയുടെ സമയമായി. ഒരാഴ്ചയായിട്ട് കിടപ്പിലായിരുന്നു. നിങ്ങളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും വരാൻ പറ്റുമോ എന്ന് സംശയത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ഒരാഴ്ചയായിട്ട് റൂമിൽ തന്നെയാണ്, പനി പിടിച്ച് സൗണ്ടൊക്കെ ഒന്ന് മാറിയിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും വെള്ളിയാഴ്ച ആറാകുമ്പോൾ തന്നെ ആളുകൾ മെസ്സേജ് അയച്ചു പറഞ്ഞു, അച്ഛാ അടുത്ത വീഡിയോ എത്തിയില്ലല്ലോ. ഞാൻ പറയാറുണ്ട്, വെള്ളിയാഴ്ചകളിലാണ് നമ്മുടെ വീഡിയോ വരുന്നത്. വെള്ളിയാഴ്ച 4 മണിക്കാണ് നമ്മൾ സാധാരണ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയം നോക്കിയിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഉണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷം. അവർക്ക് പ്രത്യേക നന്ദി കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അങ്ങനെ ഈ ആഴ്ച നിങ്ങളോട് എന്ത് പങ്കുവയ്ക്കുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പല അനുഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റൊന്നുമല്ല, ഇന്ത്യാസ് ഗോട്ട് ടാലൻ്റ് എന്ന് പറയുന്ന ഒരു ഷോയിൽ ഒരു മലയാളി പെൺകുട്ടിയോട് അവിടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടിരുന്ന ആളുകൾ പരിഹാസത്തോട് പറയുന്ന ചില കാര്യങ്ങൾ. അതിൽ ഒരു വ്യക്തി നടത്തിയ ഒരു കമൻറ്റ് പ്രകാരമാണ്, കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്ന ഒരു രംഗം ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കേരള സാർ 100% ലിറ്ററസി സാർ. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ഞാൻ ആലോചിച്ചു. കാരണം ഞങ്ങൾ തിയോളജി പഠിക്കുമ്പോൾ 1ാം വർഷം ഞങ്ങൾ വില്ലേജുകളിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകാറ്. 8 വില്ലേജുകളിലാണ് ഞങ്ങൾ ട്യൂഷൻ പഠിപ്പിക്കാൻ പോവുക. ചിലപ്പോൾ ഒരു വില്ലേജിൽ ട്യൂഷൻ കഴിഞ്ഞ് അടുത്ത വില്ലേജിൽ പോയി അവിടെ കൂടി ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വരിക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ വില്ലേജിലുള്ള സ്കൂളുകളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു ക്ലാസ് മുറി, അതിൽ 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവിടെ ഒറ്റ ക്ലാസ് മുറിയാണ്, ഒരു ടീച്ചറുമുണ്ട്. ആ ടീച്ചർ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ഞങ്ങൾ വണ്ടർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ക്ലാസ് മുറിയിൽ ഒരു 30-40 പേരുണ്ട്. അതിൽ പല ക്ലാസ്സിൽപ്പെട്ട കുട്ടികളാണ്. അപ്പോൾ 1ാം ക്ലാസ്സിലുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ബാക്കി 4 ക്ലാസ്സിലുള്ള കുട്ടികൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ അരമണിക്കൂർ കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം ആ കുട്ടികൾക്ക് എത്ര സമയമായിരിക്കും അവർ പഠിപ്പിക്കാൻ വേണ്ടി കണ്ടെത്തുക. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുള്ള കുട്ടികൾ എത്ര ഭാഗ്യജനമാണ്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് നോക്കുക, എന്ത് സൗകര്യമാണ് നമുക്കുള്ളത്. വിശാലമായ ക്ലാസ് റൂമുകൾ, പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ടീച്ചേഴ്സ്, അധ്യാപകർ, അങ്ങനെ എല്ലാം കൊണ്ടും ബ്ലെസ്ഡാണ് കേരളം എന്ന് പറയുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വെറുതെ അല്ല പറയുക. പക്ഷേ ഇതൊന്നും അറിയാതെ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് ആ വ്യക്തി കളിയാക്കുമ്പോൾ അതിനെതിരെ പറഞ്ഞുകൊണ്ട് മലയാളികൾ അവരുടെ തന്നെ ഓരോ അക്കൗണ്ടുകളിൽ പോയി കമൻ്റ് ഇടുകയും അവസാനം സോറി ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. അവരൊക്കെ ഇതേപോലെ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. ബൈബിളിൽ പോലും വളരെ വ്യക്തമായിട്ട് പറയുന്നത്, മത്തായി 7:1-2 തിരുവചനങ്ങൾ, 7-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ അളക്കുന്ന അളവ് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ഈ 4 വ്യക്തികൾ, അവതാരകരായിട്ടിരുന്ന വ്യക്തികൾക്ക് കിട്ടിയ തിരിച്ചടി എന്ന് പറയുന്നത് അത്ര വലുതാണ് അല്ലേ? സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായി, അവരുടെ അക്കൗണ്ടുകളിലേക്ക് കമൻറ്റുകളുടെ പ്രവാഹം തന്നെ ഉണ്ടായി. അവസാനം ആ ഷോ തന്നെ നിർത്തിവെക്കാനുള്ള ഉത്തരവ് വന്നു. അങ്ങനെ ഒത്തിരിയേറെ രീതിയിൽ അത് ആഘോഷിക്കപ്പെടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ് മറ്റുള്ളവർ വിധിക്കുക. മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ട് എന്നറിയാതെ നമ്മൾ ചുമ്മാ വിധിക്കുകയാണ്. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കേട്ടത് വെച്ചായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ചില ചിന്തകളായിരിക്കും നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ മറ്റുള്ളവർ വിധിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ താഴ്ത്തിക്കേറ്റ് സംസാരിക്കാനുള്ള പ്രവണത ഒത്തിരി കൂടുതലാണ്. അന്നേരം നമ്മളും ഓർത്തു വയ്ക്കേണ്ട ഒരു വചനമാണ് മത്തായി 7:1-2 വചനങ്ങൾ. കാരണം ആ വചനങ്ങൾ നമ്മൾ നിരന്തരം വായിച്ച് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെ മറ്റുള്ളവരിലുള്ള നന്മകളെക്കുറിച്ച് ചിന്തിക്കുവാനും, മറ്റുള്ളവർ എങ്ങനെയാണ് വളർന്നു വന്നത്. ഇപ്പോൾ കേരളം 100% സാക്ഷരത കൈവരിച്ചത് വെറുതെയല്ല, അത് ഒത്തിരി നാളത്തെ പ്രയത്നം കൊണ്ടാണ് അല്ലേ? ഇന്ന് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പോലും ചിന്തിച്ച് ആലോചിച്ച് ഓരോ വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അവിടെ ഉണ്ടായത് അല്ലേ? നമ്മൾ ഒരു രാഷ്ട്രീയവുമായിട്ട് നമുക്ക് പലതരത്തിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഓരോരുത്തർക്കും രാഷ്ട്രീയ ചായ്വുകളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു കേരളത്തിൽ ജനിക്കാത്ത ഒരു പെൺകുട്ടിയെ കൂടി ചോദിക്കുമ്പോൾ അവൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് കളിയാക്കേണ്ട കാര്യമൊന്നും ഉള്ള ഒരു സംഭവമായിരുന്നില്ല. പക്ഷേ അവരെ വിധിക്കുന്ന ഒരു മനസ്സ്,
അതാണ് അവരെ കൊണ്ട് അത് ചെയ്യിച്ചത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവർ പൂപ്പായിട്ട് മനസ്സിലാക്കാതെ വിധിക്കാതിരിക്കും. അവർ കടന്നു വന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു വ്യക്തിയെ നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് ആ വ്യക്തി ആരാണ്, എന്താണ്, ആ വ്യക്തിക്ക് എത്രമാത്രം കഴിവുകളുണ്ട്, എങ്ങനെയാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്, അതൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം അതേപോലത്തെ ഒരു സംഭവമാണത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുക. നമ്മുടെ മുമ്പിലുള്ള വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. അവർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, ചെയ്തു കൊടുക്കുക. അതേസമയം നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖലയാണ്, കേരളത്തിലായ നമ്മൾ എത്ര അനുഗ്രഹീതരായിട്ട്, അല്ലേ? നമുക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഓരോ ദിവസവും സ്കൂളിൽ പോകാനുള്ള എൻകറേജ്മെൻറ്റ് തന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കണമെന്ന് എപ്പോഴും ഉപദേശിച്ചു. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു. കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിൽ മക്കളെ പഠിപ്പിച്ച് വലുതാക്കാൻ ആഗ്രഹിച്ചു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്ക് പോലും ഇന്ന് IAS കാരിയായ ഒരു മകളുണ്ട്. അങ്ങനെ പല രീതിയിലും മക്കളെ വിദ്യാഭ്യാസത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാതാപിതാക്കളാണ് നമുക്കുള്ളത്. അതേസമയം ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കണ്ട ഒരു കാര്യമാണ് മോണാലിസ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെക്കുറിച്ച്. അവർക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. അവരുടെ സൈഡിൽ സ്കൂൾ പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം ചെറുപ്പം നമ്മളതിൽ അഭിമാനം കൊള്ളണം. അതോടൊപ്പം തന്നെ നമ്മൾ അവരെ പോലെ മറ്റുള്ളവർ വിധിക്കുന്നവരായിട്ട് മാറാതിരിക്കും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, മറ്റുള്ളവർ വിധിക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് ഒത്തിരിയേറെ കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കുക, അഭിമാനം കൊള്ളുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. നിൻ്റെ മുമ്പിലുള്ള വ്യക്തിയെ ബഹുമാനിക്കുക. അവന് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ, ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അനുയായികളായിട്ട് മാറും. ക്രിസ്തുനാഥൻ നമ്മുടെ ശിഷ്യന്മാരോട് പറയുന്നു, അതുകൊണ്ട് തന്നെയാണ്. അതെ, ഞാൻ മത്തായി 7:1-2 അത് തുടർന്നും വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഉപദേശമാണ് കർത്താവ് നൽകുന്നത്. കർത്താവ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഇതെല്ലാം നമ്മളോട് പറഞ്ഞു തന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആരെയും വിധിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അംഗീകരിച്ച് എല്ലാവരും ഒരുമിച്ച് വളർന്നു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ മനസ്സിലും ഇതുപോലെയുള്ള ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ബഹുമാനിക്കുവാനും അതോടൊപ്പം തന്നെ ഒരുമിച്ച് വളരാം എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തു. ഒരു മിനിറ്റ്, ബാക്ക്ഗ്രൗണ്ടിൽ ആൾക്കാരുണ്ട്, അവരെ പറ്റില്ല. സ്നേഹമുള്ളവരെ, എത്തിയില്ല നീ പോ.